ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഇതൊരു വർക്ക് വ്ളോഗാണ് വരുന്നത്. സോ ഞാൻ ആങ്കറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം വരുന്നത് ചെട്ടിക്കാട് പള്ളി ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം. ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലായിട്ടാണ് ഡൈനിങ് ഏരിയാസ് വരുന്നത് ആൻഡ് മോളിലാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. സോ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. യെസ്, ഞാൻ നമ്മുടെ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം കുറച്ച് നേരത്തെയാണ്. ഒരു വെഡിങ് റിസപ്ഷനാണ് വരുന്നത്, ഹിന്ദു വെഡിങ് റിസപ്ഷനാണ്. സോ നമുക്ക് ബാക്കി ഡെക്കോറും കാര്യങ്ങളൊക്കെ കാണാം. സോ ഇതാണ് ആ ഒരു എൻട്രൻസ് വരുന്നത്. കേക്കൊക്കെ എത്തുന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം നേരത്തെയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രോഗ്രാംസ് കാര്യങ്ങൾ നടക്കുന്നത്. സോ അതാണ് നമ്മുടെ സ്റ്റേജ്. ഗസ്റ്റുകൾ ആരും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാള് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇതാ അവിടെ ഓൾറെഡി സെറ്റായി. ഇന്ന് ഹോം മെയ്ഡ് കേക്കായിരുന്നു. അപ്പോൾ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ബാക്കി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. സൗണ്ടിൻ്റെയും ലൈറ്റിൻ്റെയും നമ്മുടെ ആ ഒരു സ്റ്റേജിൻ്റെ ഒക്കെ ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നു. ഗസ്റ്റുകൾ ആരും തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻട്രൻസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭംഗി നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റി. എൻട്രൻസിൻ്റെ ആ ഒരു മൊത്തം ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഹാളിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇനി ഒരു 1 hour എടുക്കും നമ്മളുടെ ബ്രൈഡും ഗ്രൂമും വരാനായിട്ട്. ഇപ്പോൾ ഡി ജെ ഉണ്ട്, വേറെ പ്രോഗ്രാം ഒന്നുമില്ല, നമുക്ക് ഡി ജെ ആണുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു 1 hour ആയിരിക്കും നമ്മൾ ഡി ജെ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. സ്റ്റേജ് കുറച്ചും കൂടി അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ടിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് നമ്മുടെ മെയിൻ ഹാളിൽ നടക്കുന്നു. അപ്പോൾ അടിയിലാണ് ഇന്ന് ഇവരുടെ ഡൈനിങ് വരുന്നത്. നമ്മളുടെ പലാസിയോ ഇവൻറ്റ്സ് ആണ്, പലാസിയോ ഇവൻറ്റ്സ് ആൻഡ് കാറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഡൈനിങ് വരുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഹാളിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ ഡൈനിങ് ഒക്കെ കാണിച്ചു തരാം എങ്ങനെയാണ്. അടിയിൽ എൻട്രൻസിലായിട്ട് സ്റ്റാർട്ടേഴ്സും വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, പലാസിയോ ഇവൻറ്റ്സ് ആണ്. സോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ പറ്റും. 2 സൈഡിലായിട്ട് ഫുഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈവ് ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെജ് നോൺ വെജ് സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വൈഡ് ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. യെസ്, ഐ എം വെയിറ്റിംഗ്. സ്റ്റേജിൽ 2 പേര് റിസപ്ഷൻ അറ്റുകൾ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഗ്രാൻഡ് ആയിട്ടുള്ള ഡൈനിങ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ലൈവ് ടീ സ്റ്റോളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ കുറച്ച് പേരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഇപ്പോഴേ നാക്ക് കൊടുക്കുന്നു, സ്റ്റേജിൽ എന്താവുന്നാവും. സോ നമ്മുടെ ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. ഇനി കുറച്ച് നേരം പ്രിപ്പറേഷനുള്ള ടൈമാണ്. ഞാൻ നേരം ഒന്ന് നമ്മളുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടിയും വായിക്കും. സോ അതിനുള്ള ടൈമാണ്. ഞാൻ നമ്മുടെ കപ്പിളിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി വായിച്ചു, എല്ലാം ഓക്കെയാണ്. അപ്പം നമ്മൾ ഫാമിലി ഡീറ്റെയിൽസ് മാത്രമാണ് അവരുടെ നിന്ന് വാങ്ങിക്കുക. ലൈക്ക് അവരുടെ പേര്, ഫാമിലി നെയിം, ജോബ് ക്വാളിഫിക്കേഷനൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ആൻഡ് സിബ്ലിങ്സ് ഫാമിലി അവരുടെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ കപ്പിളിനിങ്ങനെ സ്റ്റേജിൽ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മുടെ കപ്പിൾ എന്നോട് അധികം ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് ഷൈ ടൈപ്പാന്ന് തോന്നുന്നു. ഒത്തിരി ഇൻട്രാക്റ്റീവ് അങ്ങനത്തെ ഗെയിംസ്, ടാസ്ക് അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും ഈ ഹിന്ദു വെഡ്ഡിങ് ഒരു ചടങ്ങല്ലേ. രാവിലെ ടെമ്പിളിൽ സെർമണി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ ബ്രൈഡിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ദെൻ അവർ ഗ്രൂമിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു റിസപ്ഷൻ പോലെ ആ ഒരു ഫുൾ ഡേ, ഒരു ഹെക്റ്റിക് ഡേ ആയിരിക്കില്ല 2 പേർക്കും. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വെഡ്ഡിങ് വരുമ്പോൾ അത് ഇത്രയും അവരെ ബ്രൈഡും ഗ്രൂമും ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരു ചടങ്ങ് വരാറില്ല. സോ ഇനി ഞാൻ നമ്മുടെ ഇവൻറ്റിനെ പറ്റി പറയാം. നമ്മുടെ ഇവൻറ്റ് ടീമിൻ്റെ പേര് പലാസിയോ ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റിൻ്റെ ചേട്ടൻ കൊടുങ്ങല്ലൂർ ഭാഗത്തായിട്ടാണ്. പക്ഷെ നമ്മുടെ എറണാകുളം അതുപോലെ തൃശ്ശൂർ എവിടെയുള്ള എല്ലാ രീതിയിലുള്ള ഇവൻറ്റ്സും അവർ കോർഡിനേറ്റ് ചെയ്യും, ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡെക്കോർ എനിക്ക് തോന്നി നല്ല ക്ലീൻ ആയിട്ടുള്ള, സെറ്റിൽ ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡെക്കോറാണ്.
നമ്മുടെ ഈ മെയിൻ സ്റ്റേജിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ഹാള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഡൈനിങ് ഏരിയ ആൻഡ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമുക്ക് ഈ ഒരു വെന്യൂ ആണ് വരുന്നത്, റിസപ്ഷൻ നടക്കുന്ന വെന്യൂ ആണ് വരുന്നത്. സോ യെസ്, ഫൈനലി നമുക്ക് നമ്മുടെ ആയുധം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ കപ്പിൾ വരും. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കപ്പിളിൻ്റെ എൻട്രി ആണ്. എനിക്ക് അതിന് മുൻപുള്ളതൊന്നും വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ ആ ഒരു എൻട്രി ടൈമാണ്, നല്ലൊരു മ്യൂസിക് ഒക്കെ ഇട്ട് നല്ലൊരു ഗ്രാൻഡ് എൻട്രി ആണ് കപ്പിളിനെ കൊടുക്കാൻ പറ്റിയത്. നെക്സ്റ്റ് സ്റ്റേജിലായിട്ടുള്ള സെർമണീസ് ആണ്. നമുക്ക് 2 സെർമണിയാണ് ഉണ്ടായിരുന്നത്, ദീപം തെളിയിക്കലും ആൻഡ് ദെൻ കേക്ക് കട്ടിങ്ങും. സ്റ്റേജിലെ സെർമണീസിന് ശേഷം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോ സെക്ഷൻ്റെ ടൈമായിരുന്നു. ദെൻ നമുക്ക് ഗ്രൂമിൻ്റെ കസിൻസിൻ്റെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. 2 പേര് ചേർന്ന് നല്ല ഭംഗിയായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു അവർ പെർഫോം ചെയ്തിരുന്നത്. എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. സോ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. DJ പ്രോഗ്രാംസ് ഒന്നും വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ വർക്ക് ആയാലും പെർഫോം ചെയ്യുന്നതായാലും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.